എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ കേരള ടൂറിസം വകുപ്പിൽ ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട്. വിവിധ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് KTDCയിലേക്കാണ് വേക്കൻസി ഉള്ളത്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള ടൂറിസം വകുപ്പിന് കീഴിൽ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് KTDCയിലേക്കാണ് വേക്കൻസി ഉള്ളത്. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് കൺസൾട്ടൻറ്റ് ഓവർസിയർ സിവിലാണ്. വേക്കൻസി 3 ആണ്. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 25,000 രൂപയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ആസ് ഓവർസിയർ. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട്. ജോലി വരുന്നത് 1 ഇയറിലേക്കായിരിക്കും, അല്ലെങ്കിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്നവരെ ആയിരിക്കും. ഏതാണോ ആദ്യം വരുന്നത് അത്രയും നാളാണ് ജോലി വരുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റ്. അടുത്ത വേക്കൻസി നോക്കാം. അടുത്ത വേക്കൻസി കൺസൾട്ടൻറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ സിവിൽ തസ്തികയിലേക്കാണ്. വേക്കൻസി 3 ആണ്. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 35,000 രൂപയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. കൂടാതെ SC/ST OBC കാറ്റഗറിക്ക് പ്രായത്തിൽ ഇളവുണ്ട്. ജോലി വരുന്നത് 1 ഇയറിലേക്കായിരിക്കും. ഇനി അടുത്തത് നോക്കാം. അടുത്ത പോസ്റ്റ് മാനേജർ ആണ്. വേക്കൻസി 2. ശമ്പളം ലഭിക്കുന്നത് 35,700 മുതൽ 75,600 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 കൂടാതെ BSc ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. കൂടാതെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഓപ്പറേഷണൽ ഏരിയയിൽ 4 ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. ഈ തസ്തികയിലേക്ക് സ്ഥിര നിയമനമാണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കലാണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്നത് 40,500 മുതൽ 85,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ മിനിമം 5 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ആസ് എഞ്ചിനീയർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയാണ്. ജോലി വരുന്നത് 1 ഇയറിലേക്കായിരിക്കും. അപ്പോൾ ഈ 4 പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർ പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാനായിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ അപേക്ഷ ഫോം നിങ്ങൾ പൂരിപ്പിച്ചിട്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിനും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ സഹിതമാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തസ്തികയുടെ പേര് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി അയച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ അപേക്ഷയോടൊപ്പം വെച്ച് വേണം അയക്കാനായിട്ട്. അപേക്ഷ അയക്കേണ്ട വിലാസം: ദ മാനേജിംഗ് ഡയറക്ടർ, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, മസ്കോട്ട് സ്ക്വയർ, PB നമ്പർ 5424, തിരുവനന്തപുരം, പിൻകോഡ് 695033. ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഈ അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയക്കേണ്ടത്. പോസ്റ്റ് കിട്ടേണ്ട അവസാന തീയതി ഫെബ്രുവരി 27 ആണ്. താല്പര്യമുള്ളവർ അതിനു മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. ക്വാളിഫൈ ആവുന്ന ക്യാൻഡിഡേറ്റ്സിന് ഒന്നെങ്കിൽ റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. നിങ്ങളെ ഫോൺ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ പറഞ്ഞ ഓരോ തസ്തികയിലും BTech യോഗ്യതയുള്ളവർക്കും ഡിപ്ലോമയുള്ളവർക്കും ഒക്കെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ പോസ്റ്റ് വഴി അപേക്ഷിക്കുക. കേരള സർക്കാരിൻ്റെ കീഴിൽ ടൂറിസം വകുപ്പിലാണ് ജോലി വരുന്നത്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.